ദ ക്വസ്റ്റ്യൻ ഇതാണ്, അത് സോൾവ് ചെയ്യാൻ പോവാണ്. എ സ്ട്രെയിറ്റ് ബാർ 450 mm ലോങ് ഈസ് 40 mm in diameter for the first 250 mm length and 20 mm diameter for the remaining length. If the bar is subjected to an axial pull of 15 kN, find the maximum axial stress produced and the total extension of the bar. Capital E is given. Capital E is equal to 2 into 10 raised to 5 Newton per mm square. അതാണ് അപ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ബാറിൻ്റെ രണ്ടറ്റത്തും ആക്സിയൽ പുള്ള്, അതായത് ടെൻസൈൽ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. അതിൻ്റെ ഡയമീറ്റർ സെയിം അല്ല, ഡയമീറ്റർ വേരി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് 250 മില്ലിമീറ്ററിന് 40 mm ആണ്. നെക്സ്റ്റ് വരുന്ന റിമൈനിങ് ലെങ്ത്, അതായത് 450-ൽ റിമൈനിങ് വരുന്നത് 200 mm ലെങ്ത് ആണ്. അതിന് 20 mm ആണ് ഡയമീറ്റർ, അതായത് ഡയമീറ്റർ ഹാഫായിട്ട് കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മാക്സിമം സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ്? നമുക്കറിയാം സ്ട്രെസ്സ് കൂടുതലാകുന്നത്, സ്ട്രെസ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പം ഏരിയ കുറയുമ്പം സ്ട്രെസ്സ് കൂടും. അപ്പോൾ സ്ട്രെസ്സ് എന്തായാലും മാക്സിമം വരേണ്ടത് 20 mm ഡയമീറ്റർ ആ ഏരിയയിലായിരിക്കും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഡ്രോ ദ ഫിഗർ ബേസ്ഡ് ഓൺ ദ ഡാറ്റ ഗിവൺ. അപ്പോൾ ആദ്യം നമ്മൾ ഫിഗർ വരയ്ക്കുന്നു, അത് കഴിഞ്ഞ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഫിഗർ വരയ്ക്കാം. ഇതാണ് ബാറ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 250 mm ഇതാണ്, അത് 40 mm ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് 200 എന്ന് പറയുന്നത് ഇതാണ്, അത് 20 mm ആണ്. ഓക്കെ, അപ്പോൾ ഈ ലെങ്ത് എന്ന് പറയുന്നത് 250 mm. ഈ ലെങ്ത് എന്ന് പറയുന്നത് 200 mm. ടോട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ്? 250 + 200 450 mm. ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 mm. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി ഫോഴ്സ്, ടെൻസൈൽ ഫോഴ്സാണ്. ആക്സിയൽ പുള്ളെന്ന് പറയുമ്പം പുറത്തോട്ടുള്ള ഫോഴ്സിനെയാണ് പുൾ. ഇപ്പോൾ ടെൻസൈൽ ഫോഴ്സ് 15 kN ഇവിടെ ആക്ട് ചെയ്യുന്നു, 15 kN ഇവിടെ ആക്ട് ചെയ്യുന്നു. ഇപ്പോൾ കിലോന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം ഇതിൻ്റെ ലെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? സ്ട്രെസ്സ്, മാക്സിമം സ്ട്രെസ്സ് നമുക്ക് കോമൺ സെൻസ് വെച്ചറിയാം. ഈ ഏരിയയിലായിരിക്കും കൂടുതൽ മാക്സിമം സ്ട്രെസ്സ് വരുന്നത്. ഇവിടെ സ്ട്രെസ്സ് കുറവായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള സ്ട്രെസ്സും കാൽക്കുലേറ്റ് ചെയ്യും. മാക്സിമം സ്ട്രെസ് എവിടെയാണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യും. പിന്നെ ടോട്ടൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ, ഈ ഏരിയയിൽ ലെങ്ത് ഉണ്ടാവും, ഇവിടെ ഈ ഏരിയയിൽ ലെങ്ത് എക്സ്റ്റൻഷൻ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ അതും കാണും. ക്യാപിറ്റൽ ഇ തന്നിട്ടുണ്ട്, 2 × 10 raised to 5 Newton per mm square. അപ്പോൾ ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന ഗിവൺ തിങ്സ് ആദ്യം എഴുതണം. അത് കഴിഞ്ഞ് ഏരിയ ഓഫ് ദിസ് സെക്ഷൻ കാണുക, പിന്നെ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ ഏരിയയ്ക്ക് A1 എന്ന് പേര് കൊടുക്കാം, ഈ ഏരിയയ്ക്ക് A2 എന്ന് പേര് കൊടുക്കാം. അതായത് ഈ റെക്റ്റാങ്കിൾ ഏരിയ A1, ഈ റെക്റ്റാങ്കിൾ ഏരിയ A2. ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് നമ്മൾ σ1 എന്ന് പേര് കൊടുക്കും, ഇവിടെ ഉണ്ടാകുന്ന സ്ട്രെസ്സിന് σ2 എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് സെയിം ആണ്, പക്ഷേ സ്ട്രെസ്സ് ഡിഫറൻ്റ് ആയിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ ആണ്. ലോഡ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്, അതാണ് 15 kN. ഫസ്റ്റ് ഏരിയാസ് കാൽക്കുലേറ്റ് ചെയ്യാം. A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഏരിയ ആണ്, അത് π/4 d². π/4 ഇൻറ്റു അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 ആണെന്നറിയാം, 40². ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും
400 പൈ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി A2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയ, അതായത് ഇതാണ് A2, ഇതാണ് A2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയ ഇത്. ഓക്കെ, അപ്പോൾ A2 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. A2 എന്ന് പറയുന്നത് π/4, സെക്കൻഡ് ഏരിയയുടെ ഡയമീറ്റർ എത്രയാണ്? 20 സ്ക്വയർ, അത് 100 പൈ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മില്ലിമീറ്റർ സ്ക്വയർ. ഇനി സ്ട്രെസ്സസ് ഓരോ ഏരിയയിലെയും കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഏരിയയിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് σ1 ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ഏരിയയിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് σ2 ആണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പോൾ σ1ഉം σ2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. σ1 ആക്സിയൽ സ്ട്രെസ്സസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആക്സിയൽ സ്ട്രെസ്സസ് σ1 ഈക്വൽ ടു P/A1. P എന്ന് പറയുന്നത് 15 കിലോ ന്യൂട്ടൺ ആണ്. അത് ന്യൂട്ടണിലോട്ട് മാറ്റുമ്പോൾ 15,000 ന്യൂട്ടൺ ബൈ A1 400 പൈ. അപ്പം അത്രയും ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അത് ഏകദേശം 11 നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 11.94 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നുള്ളൊരു വാല്യൂ കിട്ടും. അത് എക്സാക്ട്ലി അതല്ല, നിയർ ടു ദാറ്റ്. ഇനി σ2 എന്ന് പറയുന്നത് സെക്കൻഡ് ഏരിയ, അതായത് ഡയമീറ്റർ കുറവുള്ള ഏരിയ. അവിടെ ഇതാണ് സെക്കൻഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള സ്ട്രെസ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് P/A2. ലോഡ് അവിടെ ആക്ട് ചെയ്യുന്നത് സെയിം തന്നെയാണ്, 15,000 ന്യൂട്ടൺ, 100 പൈ. 100 പൈ ആണ് ഏരിയ, 100 പൈ. ഓക്കെ, ദാറ്റ് നിയർലി ഈക്വൽ ടു 47.75 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതാണ് വാല്യൂസ്. അപ്പം മാക്സിമം സ്ട്രെസ് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? സ്ട്രെസ് നോക്കുക, ഒന്ന് 11.94ഉം 47.7. അപ്പോൾ മാക്സിമം സ്ട്രെസ് ഒക്കേഴ്സ് ഇൻ ദ സെക്കൻഡ് ഏരിയ, A2 ഏരിയയിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫിഗറിൽ ഈ ഏരിയയിലാണ് മാക്സിമം സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് ഇതാണ്, 47.75. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ടോട്ടൽ എക്സ്റ്റൻഷൻ കാണും. അതിനു മുമ്പ് σmax എന്നുള്ളത് ആൻസറായിട്ട് എഴുതുക. 47.75 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഓക്കെ, ന്യൂട്ടൺ പെർ mm സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു മെഗാ പാസ്കൽ. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 1 പാസ്കൽ. ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 മെഗാ പാസ്കലാണ്. അപ്പം 47.75 മെഗാ പാസ്കൽ എന്നുള്ള യൂണിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ്റ്റൻഷൻ ഓഫ് ദ ബാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമുക്കറിയാം. ഡെൽറ്റ ഈക്വൽ ടു PL/A എന്നുള്ള ഫോർമുലയാണ്. അതായത് ഒരു എക്സ്റ്റൻഷൻ നമ്മൾ യൂഷ്വലി ഡെൽറ്റ എന്ന ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിൽ PL/AE എന്നുള്ള ജനറൽ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. P എന്ന് പറയുന്ന ലോഡ് ആക്ടിങ്, L എന്ന് പറയുന്ന ലെങ്ത് ഓഫ് ദ സെക്ഷൻ, A ഏരിയ ഓഫ് ദ സെക്ഷൻ, ക്യാപിറ്റലി യങ്സ് മോഡുലസ്. ഇവിടെ 2 സെക്ഷൻസ് ആണുള്ളത്, സെക്ഷൻ 1, സെക്ഷൻ 2. സെക്ഷൻ 1ന് ഡെൽറ്റ 1 എന്ന് കൊടുക്കുന്നു. സെക്ഷൻ ഉള്ള എക്സ്റ്റൻഷൻ, സെക്ഷൻ 1ലുള്ള എക്സ്റ്റൻഷനെ ഡെൽറ്റ 1 എന്ന് മെൻഷൻ ചെയ്യുക. സെക്ഷൻസ് 2ലുള്ള എക്സ്റ്റൻഷനെ ഡെൽറ്റ 2 എന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ 1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു, പിന്നെ ഡെൽറ്റ 2 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ 1 ഈക്വൽ ടു PL/AE. അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്, 15,000. അവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 250 mm ആണ്. അപ്പം 250. ഓക്കെ, നമ്മൾ എല്ലാം mmലാണ് എടുക്കുന്നത്, അതുകൊണ്ട് മീറ്ററിലോട്ട് മാറ്റേണ്ടതില്ല. ഏരിയ എന്ന് പറയുന്നത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, 400 പൈ.
ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് 2 × 10⁵. അത് ന്യൂട്ടൺ പെർ mm² ആയതുകൊണ്ട് മാറ്റമൊന്നും വരണ്ട. അത്രയും Δ1 എന്ന് പറയുന്നത് എക്സ്റ്റൻഷനാണ്. അപ്പം യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 0.01492 mm എന്ന വാല്യൂ കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് സെക്ഷൻ, അതായത് ഈ സെക്ഷനിലോട്ട് പോവാം. അവിടെയുള്ള എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് Δ2 ആണ്. അതിൻ്റെ ഫോർമുല 1500 PL എന്ന് പറയുന്നത് 200 ഡിവൈഡഡ് ബൈ L 200 ആണ്, ഡിവൈഡഡ് ബൈ ഏരിയ 1000 π എന്ന് നമുക്കറിയാം, ഇൻറ്റു ക്യാപിറ്റലി 2 × 10⁵ അത്രയും മില്ലിമീറ്ററാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 0.04775 mm എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് Δ1 Δ2. ഇനി ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെൽറ്റ ആണെന്നിരിക്കട്ടെ, അത് Δ1 പ്ലസ് Δ2 ആണ്. അതായത് ദിസ് പ്ലസ് ദിസ്, അത് നമുക്ക് 0.01492 പ്ലസ് 0.4775 കൂടെ ആഡ് ചെയ്യുമ്പോൾ 0.06267 mm. ഇതൊരു ഏകദേശ വാല്യൂ ആണ്, അതുകൊണ്ടാണ് ഈ സിമ്പൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇത് സിമ്പിൾ പ്രോബ്ലമാണ്. ഒരു ഫോർമുല മാത്രമേ നമുക്കറിയേണ്ടതുണ്ട്. Δ = PL/A. ഓക്കെ, അപ്പം കൂടുതൽ പ്രോബ്ലംസ് ഇതുപോലുള്ളത് ഇനിയും വരും. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അപ്പം കൂടുതൽ പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. താങ്ക് യു.